4 പതിറ്റാണ്ടായി കേരള പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹൃദ്രോഗം പിടിപെട്ട് കുറുപ്പ് മരിച്ചു എന്ന സൂചനയാണ് കേസ് വീണ്ടും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ കണ്ടെത്തലിനെ ശരിവെക്കുന്ന ചില വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം അന്തിമ റിപ്പോർട്ട് നൽകാനും സുകുമാരക്കുറുപ്പിന് വേണ്ടിയുള്ള അന്വേഷണം അവസാനിപ്പിക്കാനുമാണ് പോലീസിന്റെ നീക്കം. കേരള പോലീസ് സുകുമാരക്കുറുപ്പിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ട് 42 കൊല്ലം പിന്നിടുന്നു. പലതവണ പല അന്വേഷണങ്ങൾ. ഒടുവിൽ 2 മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് ഐജിയായി അജിത ബീഗം ചുമതലയേറ്റത് പിന്നാലെ കേസ് ഫയൽ വീണ്ടും തുറന്നു. കൊലപാതകത്തിന് ശേഷം മുങ്ങി കുറുപ്പിനെ കണ്ട ഏക മലയാളിയും ജാർഖണ്ഡിൽ നഴ്സുമായിരുന്ന ആലപ്പുഴക്കാരി രത്നമ്മയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി. രത്നമ്മ ജോലി ചെയ്ത ആശുപത്രി ഹൃദ്രോഗത്തെ തുടർന്ന് ICUവിലായിരുന്നു കുറുപ്പ്. ആ സമയം ഏകദേശം 40 വയസ്സായിരുന്നു കുറുപ്പിന്. ഹൃദ്രോഗിയെ കുറിപ്പ് പിന്നെയും 40 വർഷം കൂടി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോഴും കുറുപ്പുമായി ആർക്കും ഒരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ചു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിടികിട്ടാപ്പുള്ളി ജീവനോടെ ഇല്ലെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. മറ്റു ചില വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം അന്വേഷണ സംഘം 1 മാസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. അതിനുശേഷമാകും കേസ് ഫയൽ എന്നേക്കുമായി അടക്കണോ എന്ന് അന്തിമ തീരുമാനമെടുക്കുക. സ്വന്തം പേരുള്ള ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ചാക്കോ എന്നയാളെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കാറിലിട്ട് കത്തിച്ച ശേഷമാണ് സുകുമാരക്കുറുപ്പ് മുങ്ങുന്നത്. കേസിലെ 4 പ്രതികളും പിടിയിലായിട്ടും സുകുമാരക്കുറുപ്പിനെ കുറിച്ച് ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.